നിരവധി പ്രതികളുള്ള പോക്സോ കേസ് എന്ന പരിഗണനയിലാണ് അന്വേഷണത്തിലുള്ള പോലീസ് സംഘം വിപുലപ്പെടുത്തിയത്. DIG അജിത ബീഗം മേൽനോട്ടം വഹിക്കും. പീഡന വിവരം പുറത്തായതോടെ പ്രതികളാകാൻ സാധ്യതയുള്ള ചിലർ ജില്ല വിട്ടു. ഇവരെ കണ്ടെത്തുന്നതിന് ഇതര ജില്ലകളിലെ പോലീസ് സഹായം തേടുന്നതിനുള്ള മാർഗം കൂടിയാണ് DIGയുടെ സാന്നിധ്യം. അന്വേഷണം 3 ദിവസം പൂർത്തിയാകുമ്പോൾ നഗ്നദൃശ്യങ്ങൾ കാട്ടിയും ചിലർ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. പെൺകുട്ടിയുടേതടക്കം നഗ്നചിത്രങ്ങൾ അവർ ഉപയോഗിച്ച ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അതുവഴി ബ്ലാക്ക് മെയിലിംഗ് ആണ് പിന്നീട് ഉണ്ടായതത്രേ. കൂടിക്കാഴ്ചകളിൽ പലതും പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിലായിരുന്നു. ഇവിടെ നിന്നും പെൺകുട്ടിയെ ചിലർ സ്വകാര്യ വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിലും അതിക്രമം നടന്നു എന്നുള്ളതാണ് വിവരം. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന പിതാവിന്റെ സ്മാർട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിലേക്ക് വന്നതും അതിൽ നിന്നും അയച്ചതുമായ ദൃശ്യങ്ങളുടെ വിവരങ്ങളും ഇതുവഴി കണ്ടെത്താനായേക്കും. ഈ നമ്പറിലേക്ക് വന്നതും പോയതുമായ വിളിയുടെ വിവരങ്ങൾ സൈബർ സെൽ ലഭ്യമാക്കി. രാത്രികാലത്ത് വിശേഷിച്ച് 8-നും പുലർച്ചെ 2-നും മധ്യേ വിളിച്ചവരും നിരീക്ഷണത്തിലാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.